بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലും കാരുണ്യത്താലും നമ്മുടെ ഈ കോഴിക്കോട് നോർത്ത് ജില്ലയുടെ മുജാഹിദ് പ്രവർത്തകന്മാരുടെ ഒരു സംഗമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഒട്ടനവധി കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും നാം നീക്കിവെച്ച ഈ ദിവസം അള്ളാഹു നാളെ പരലോകത്ത് നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇവിടെ എൻ്റെ സുഹൃത്ത് സലീം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം ദീനിനെ, മതപരമായ കാര്യങ്ങൾ ശരിക്കും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഒരു പരിധിവരെ നമുക്ക് വിജയിക്കുവാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ 10 വർഷങ്ങളിൽ നടന്ന ക്യാമ്പുകളും ക്ലാസ്സുകളും വിജ്ഞാനവേദികളും QHLSകളും എല്ലാം വളരെ ആഹ്ലാദത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെയുള്ള ഒരവസ്ഥ നമ്മുടെ സംഘടനയിൽ വന്നു ചേർന്നത്. അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തടസ്സമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വസ്തുത വളരെ ലളിതമായും മനോഹരമായും സത്യസന്ധമായും നമ്മുടെ സുഹൃത്തും നിങ്ങളുടെ ജില്ലക്കാരനുമായ സലീം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ അവതരണം പൂർണ്ണമായും കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ജില്ലയിലെ ഇനിയുള്ള എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളിലും മനസ്സിലുള്ള സംശയങ്ങൾ നീക്കി ഒരു തുറന്ന മനസ്സോടെ വരാൻ നിങ്ങൾക്ക് ആ വിശദീകരണം സഹായകമാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിന് വേണ്ടി അല്പസമയം ഞാനിവിടെ നിൽക്കുമ്പോഴും ഒരു മതപരമായ ഒരു വിഷയം ഒരു തുറന്ന മനസ്സോടുകൂടെ കേൾക്കാൻ നിങ്ങളുടെ മനസ്സിനെ സലീം സജ്ജമാക്കി കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടു കൂടെയാണ് ഒരല്പസമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ വിഷയം അധ്യക്ഷൻ ഇവിടെ പറയാത്തത് കൊണ്ട് നിങ്ങൾ നോട്ടീസിൽ കണ്ടു കാണും. വിഷയം പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ്. ആദർശ കുടുംബം എന്നതാണ് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങളോട് പറയുവാനുള്ള എൻ്റെ വിഷയം തൽക്കാലം നിങ്ങൾ മറക്കുക. വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാനല്ല. അവസാനം എൻ്റെ പ്രസംഗം പൂർത്തിയാകുമ്പോൾ അള്ളാഹു തൗഫീക്ക് ചെയ്താൽ ഞാൻ ആ വിഷയമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സഹോദരങ്ങളെ, ഒരു പൊതുവേ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമ്മുടെ കുടുംബമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ജീവിത പ്രയാസവും പ്രതിസന്ധിയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബം തന്നെയാണ് എന്ന് നമ്മളെല്ലാവരും ജീവിതത്തിൽ തിരിച്ചറിഞ്ഞതാണ്. ഈ ബഹളങ്ങളും പ്രശ്നങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും എവിടെയെങ്കിലും വീട്ടിലൊരു മൂലയിൽ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനത്തിൻ്റെ ഒരു മൂലയിൽ ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് സമയം കിട്ടിയാൽ നമ്മുടെ മനസ്സിൻ്റെ എവിടെയോ നാം ക്ഷമ കൊണ്ട് ഒതുക്കിപ്പിടിച്ച നമ്മുടെ കുടുംബ ദുഃഖങ്ങൾ, നമ്മുടെ മനപ്രയാസങ്ങൾ നാം അറിയാതെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ആ സന്ദർഭത്തിൽ ജീവിതത്തിലൊരു നിരാശയും ഒരു വിഷമവും നമ്മൾ അറിയാതെ നമ്മുടെ സന്തോഷങ്ങളെ കെടുത്തിക്കളയുന്നുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ആലോചന പ്രസക്തമാകുന്നത്. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതുവിഷയത്തെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷ നമ്മുടെ കുടുംബ സംവിധാനമാണ്. കുടുംബം നമ്മൾ വിചാരിച്ചതുപോലെ ഒരു അവസ്ഥ എൻ്റെ സംസാരം കേൾക്കുന്ന ആർക്കെങ്കിലും ഇന്ന് സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റുന്നുവെങ്കിൽ അവൻ്റെ മനസ്സ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരവസ്ഥ അനുഭവിക്കുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ എല്ലാവരെയും അലട്ടുന്ന ഏറ്റവും വലിയ മനോരോഗം ഏകാന്തതയാണ്. എപ്പോഴെങ്കിലും ഒരൊറ്റപ്പെടൽ മനസ്സിന് തോന്നിയാൽ വല്ലാത്ത വേദന തോന്നും. ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ പ്രോഫ്കോണും അതേപോലുള്ള പരിപാടികളും നടക്കുമ്പോൾ
വിദ്യാർത്ഥികളായ ഒട്ടനവധി ആളുകളുടെ മനസ്സുകൾ വായിക്കാൻ നമുക്കെല്ലാവർക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയ വലിയൊരു യാഥാർത്ഥ്യം, ഒരു മെൻസസ് പ്രായമായാൽ നമ്മുടെ പെൺകുട്ടികൾ പ്രായപൂർത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചിലപ്പോൾ 9ാം ക്ലാസ്സിൽ വെച്ചാവാം, ഒരു +2 പ്രായത്തിലാകാം, കോളേജ് തലത്തിലാകാം. ഒരു പ്രായപൂർത്തിയുടെ ലക്ഷണം നമ്മുടെ ഒരു മകളിൽ കണ്ടു തുടങ്ങിയാൽ അവൾ പ്രായപൂർത്തിയായി. ഇത്തരം പ്രായപൂർത്തിയായതിനു ശേഷവും പലപ്പോഴും പഠനത്തിൻ്റെയും മറ്റു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹം വൈകുന്ന കുട്ടികളിൽ ചെറിയ മാനസിക പ്രയാസങ്ങൾ കണ്ടു തുടങ്ങുന്നു. അതിൻ്റെ കാരണങ്ങൾ അവരോട് സംസാരിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഒരു ഏകാന്തത. എന്തുകൊണ്ടാണ് ഏകാന്തത ഉണ്ടാണ്? ഇനി വാപ്പയും ഉമ്മയും പോരാ. അതന്നെയാണ്. ഒരു വാപ്പക്കും ഉമ്മക്കും എന്നെ സമാധാനിപ്പിക്കുവാനും എന്നെ പരിരക്ഷിക്കുവാനുമുള്ള പരിധികളുണ്ട്. എനിക്കെല്ലാം എൻ്റെ ഉപ്പയോട് പറയാൻ പറ്റൂല, എല്ലാം എൻ്റെ ഉമ്മയോട് പറയാൻ പറ്റൂല. ഒരൊറ്റപ്പെടൽ. അനുജത്തിമാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ഉണ്ടെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ ഒരു ഏകാന്തത, രാത്രി ഉറങ്ങുമ്പോൾ ഒരു ഏകാന്തത, കോളേജിൻ്റെ ഹോസ്റ്റലിലിരിക്കുമ്പോൾ ഒരു ഏകാന്തത. സഹോദരങ്ങളെ, അവിടെ ഒരു കുടുംബത്തിൻ്റെ സാധ്യത തെളിഞ്ഞു വന്നിരിക്കുന്നു. അവളുടെ മനസ്സും ശരീരവും ഒരു കുടുംബജീവിതത്തിന് സന്നദ്ധമായി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിനെ തടഞ്ഞു വെക്കുമ്പോൾ അവൾക്കു തന്നെ ചില മാനസിക വിഷമങ്ങൾ, ചില സംശയങ്ങൾ, ചില ധൈര്യക്കുറവ്, അങ്ങനെ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് ഒരു പ്രയാസമുണ്ടാകുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഇത് ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് മാത്രം പറയാനല്ല. ഒരു നല്ല കുടുംബത്തിൻ്റെ അഭാവം നമ്മെ എല്ലാം മനോരോഗികളാക്കും. നമ്മുടെ വീട്ടിൽ മുതിർന്ന രക്ഷിതാക്കന്മാരുടെ അല്പം പ്രായമായ അവർക്ക് നേരിട്ട് കുടുംബത്തിൽ ഇടപെടാനില്ല. കാരണം അവിടെയുള്ളത് അവരുടെ മക്കളല്ല, പേരമക്കളാണ്. അവിടെ മക്കൾ 40ഉം 50ഉം ഒക്കെ വയസ്സായി ജീവിതത്തിൽ വ്യവഹാരങ്ങളും കച്ചവടങ്ങളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞ ആളാണ്. പ്രത്യേകിച്ച് വീട്ടിലെ വല്യപ്പൊക്കെ ഒന്നും ചെയ്യാനില്ല. എല്ലാ കാര്യങ്ങളും ഓരോരുത്തർ വീതിച്ചെടുത്തു. സ്വത്തിൻ്റെ ഉടമസ്ഥനും ആധാരത്തിൻ്റെ ഉടമസ്ഥനും ഞാനാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചില്ലെങ്കിലും നടക്കും. ഒരൊറ്റപ്പെടൽ. തൻ്റെ ഭാര്യ തന്നെ പരിചരിക്കുന്നുണ്ടെങ്കിലും സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിലും പേരമക്കളും മക്കളും സ്കൂളിലേക്ക് പോകുമ്പോൾ സലാം പറഞ്ഞ് സമ്മതം ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരു വേണ്ടാത്തവനായോ ഒരു തോന്നൽ അല്പം വാർദ്ധക്യത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ അയാൾക്കൊറ്റ മനോവിഷമയമേ ഉള്ളൂ, ഞാൻ ഒറ്റപ്പെട്ടു പോയോ. ആ ഒറ്റപ്പെടൽ നമ്മുടെ മാതാപിതാക്കളെ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ട്, എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് എന്ന് സഹോദരങ്ങളെ ബഹളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ആ കാരണവരോടൊപ്പം ഒരല്പസമയം അടുത്തിരുന്നാൽ നമുക്ക് മനസ്സിലാകും ഇന്ന് അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ആ ഒറ്റപ്പെടലാണെന്ന്. ഇത് അനുഭവിക്കാൻ അധികം കാലം വേണ്ട. ഒരല്പം പുറത്തിറങ്ങാൻ കഴിയാതൊരു 3 മാസം കാലിനോ കയ്യിനോ പ്ലാസ്റ്റർ ഇട്ട് ഒരു ബെഡ്റൂമിൽ കിടക്കേണ്ടി വന്നാൽ മതി സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്കറിയാം എന്തോ ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്ന് നമുക്ക് തോന്നും. ഈ ഒറ്റപ്പെടലിന് ഇസ്ലാം വെച്ച ഏറ്റവും വലിയ പരിഹാരം എന്താ പറയുക? കുടുംബജീവിതമാണ്. ആ കുടുംബജീവിതത്തിൽ എല്ലാവരും പരസ്പരം സ്നേഹത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു സമാധാനവും കിട്ടാൻ നമുക്കുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നമ്മൾ ആലോചിച്ച് പഠിക്കേണ്ട ഒരായത്തുണ്ട്. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ സൂറത്തിലെ 15-ാമത്തെ വചനം. ഞാൻ പറയുന്നത് ഒരു 40 വയസ്സിന് കഴിഞ്ഞാൽ പിന്നെ പൊതുവേ മനസ്സിനൊരു ദുഃഖം. ആ ദുഃഖം എന്താണ് സഹോദരങ്ങളെ? ഏറ്റവും പ്രധാനം നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ നമ്മളെ ദുഃഖിപ്പിക്കുക. ഒന്ന്, എൻ്റെ മക്കൾ എന്താകും? ഒരു വല്ലാത്ത കാലഘട്ടമാണ് ഇവിടെ. എൻ്റെ മക്കൾ വഴിപിഴച്ച് പോകുമോ? എനിക്ക് നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ എൻ്റെ മക്കൾ സൃഷ്ടിക്കുമോ? എൻ്റെ പെൺകുട്ടിയെ മാനമര്യാദയോടുകൂടെ എൻ്റെ വീട്ടിൽ നിന്നും ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ഒരു പുതിവെണ്ണായി കൈപിടിച്ചിറക്കാൻ എനിക്ക് പറ്റാതെ വരുമോ? എൻ്റെ മുതിർന്ന് വളർന്നു വരുന്ന എൻ്റെ ചെറുപ്പക്കാരനായ മകൻ എന്നെ ഒരു അപമാനത്തിൽ വീഴ്ത്തുമോ? മനസ്സിനൊരാശങ്ക തുടങ്ങി. എപ്പോഴേ തുടങ്ങുള്ളൂ വരെങ്കിൽ ഒരു മധ്യപ്രായമെത്തുമ്പോൾ തുടങ്ങാൻ തുടങ്ങും. അതിലുപരി നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഒരു ജീവിതത്തിൻ്റെ ആവേശ കാലഘട്ടത്തിൽ വാപ്പനും ഇമ്മനെന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ആ വാപ്പക്കുമ്മക്കും വേണ്ടത്ര പരിചരണങ്ങൾ ഞാൻ നൽകിയില്ലേ എന്നൊരാശങ്ക മനസ്സിൽ തുടങ്ങുന്നതാണ്. സഹോദരങ്ങളെ, ഇത് ജീവിതത്തിലെ ഒരു മധ്യപ്രായത്തിലെ ഗൗരവപരമായ ഒരു ആലോചനയായി ഖുർആൻ തന്നെ പറയാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ ഞാൻ മനുഷ്യനോട് വസിയ്യത്ത് ചെയ്തിരിക്കുന്നതാണ്. പടച്ചോൻ പറയാണ്, നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മാതാപിതാക്കൾ കൂടെയുണ്ടെങ്കിൽ അവരോട് നന്മ ചെയ്യണം. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ? തൽക്കാലം നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ളതല്ല. അവരുടെ മനസ്സിൽ നീ അവരെ പരിഗണിക്കുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് നീ അവരെ പരിചരിക്കുന്നുണ്ട് എന്നും ഒരവസ്ഥ നീ ഉണ്ടാക്കിയേ പറ്റൂന്ന് അല്ല നമ്മളോട് പറയാൻ. എന്നിട്ട് അല്ല നമുക്ക് പറഞ്ഞു തരാണ്. ഹമലതുഹു ഉമ്മുഹു കുർഹാ വവളഅതുഹു കുർഹാ.
വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത്, അവനെ പ്രസവിച്ചത്. ആ മുലകുടിയും ഗർഭത്തിലുള്ള കാലഘട്ടവും എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 30 ശഹ്റൻ അള്ളാഹു പറഞ്ഞിരണേ നമുക്ക്. എന്നിട്ട് പറയുന്നു ഹത്താ ഇദാ ബലഗ 40 വയസ്സെത്തിക്കഴിഞ്ഞാൽ, 40 വയസ്സ്, എന്തിനാ പടച്ചോനൊരു വയസ്സിൻ്റെ കണക്ക് പറഞ്ഞ സഹോദരങ്ങളെ? നമ്മൾ ആലോചിക്കാൻ തന്നെയല്ലേ. 40ാമത്തെ വയസ്സെത്തിക്കഴിഞ്ഞാൽ അവൻ പറയും ഖാല റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അപ്പം മനസ്സിലുണ്ടാകുന്ന ആശങ്ക, ഒന്നാമത്തെ ആശങ്ക എന്തായാലും, ഞാൻ ഇതുവരെ ജീവിച്ചപ്പോഴൊന്നും ആത്മാർത്ഥമായില്ലേ എൻ്റെ നമസ്കാരങ്ങൾ, എൻ്റെ പ്രവർത്തനങ്ങൾ? ഒരു ബേജാറ് തുടങ്ങും. ഇന്നലെ ഞാനൊരാളെ പരിചയപ്പെട്ടു. അയാൾ ഒരു ജില്ലൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അയാൾക്കൊരു മുജാഹിദിനെയും പരിചയമില്ല. അയാൾ ദാവാ വോയിസ് പ്രസംഗങ്ങൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത് കേട്ട് അയാൾ മനസ്സുകൊണ്ടൊരു മുജാഹിദ് ആദർശക്കാരനായതാണ്. ഒരു മുജാഹിദിനെയും കേട്ടല്ല, ഒരു മുജാഹിദ് പള്ളി അയക്കാറില്ല. അയാൾ വന്ന നാട്ടിൽ നടക്കുന്ന ചില നമ്മളെ പ്രവർത്തനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങനെ ഒന്നും അയാൾക്ക് അറിയുന്നില്ല. അയാളെ സ്വന്തം നാട്ടിൽ നടക്കുന്ന കാര്യം അത്ര പോലും നമ്മളായിട്ട് ബന്ധമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കരമായ മനപ്രയാസം. അദ്ദേഹം വന്നിട്ട് എന്താ പഠിച്ച ഒറ്റ പ്രശ്നമുള്ളൂ, നിസ്കരിച്ചാൽ നേരാകണില്ല. ഞാൻ നിസ്കാരത്തേക്ക് നിന്നാൽ എനിക്കൊരു തെക്കുവ കിട്ടൂല, വേറൊരു പ്രശ്നം ജീവിതത്തിലില്ല എന്നാണ്. അപ്പോൾ ഞാൻ വെറുതെ വെച്ചു, വേറൊരു പ്രശ്നമില്ല നിങ്ങൾ പറയരുത്. ഞാൻ വെറുതെ ഈ ആയത്ത് മനസ്സിൽ കണ്ട അർത്ഥമൊന്നും പറയാതെ ഞാൻ അയാളോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും വിഷമം? സഹോദരൻ, എൻ്റെ ചോദ്യം പൂർത്തിയായതിനു മുമ്പ് ആ 45 വയസ്സുകാരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗൾഫിലാകുമ്പോൾ ഉമ്മ മരിച്ചത്, പെട്ടെന്ന് ക്യാൻസർ വന്നിട്ട് ഉമ്മക്ക് രോഗം തുടങ്ങിയതും ഞാൻ കണ്ടില്ല, ഉമ്മ മരിച്ചിട്ടും ഞാൻ കണ്ടില്ല. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നനയും. എപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ ഖുർആൻ ഓതാറുണ്ടോ? പറഞ്ഞു, ഞാൻ ഖുർആൻ ഓതും. ഞാൻ ഖുർആൻ ഓതുന്നത് എന്തിനാ വെച്ചാൽ ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് കുറച്ച് നേരം എൻ്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, അതൊരു ദുഃഖം തന്നെയാണ്. നാം അറിയാതെ നമ്മുടെ മനസ്സിൽ നമ്മുടെ മാതാപിതാക്കൾ ഒരു ദുഃഖമായി കിടക്കുന്നു, നമ്മുടെ മക്കളൊരു ദുഃഖമായി കിടക്കുന്നു. അതുമാത്രമല്ല, പടച്ചോനെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, അത് നീ സ്വീകരിച്ചോ. റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. നാഥാ, ഒരു പ്രയാസവും അനുഭവിക്കാതെ ജീവിക്കാൻ ജീവിത വിഭവങ്ങൾ എനിക്ക് തന്നു. എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താവുന്ന നല്ല മാതാപിതാക്കളെ തന്നു. നീ തന്ന മഹാനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ള ഒരു മനസ്സും പ്രേരണയും എനിക്കു നീ പ്രദാനം ചെയ്യണമേ. വഅൻ അഅമല സ്വാലിഹൻ തർലാഹ്. നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും നീ എനിക്ക് അവസരമുണ്ടാക്കി തരണം. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി. എൻ്റെ മക്കളെ നീ എനിക്ക് നന്നാക്കി തരണം. ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, നിനക്ക് കീഴ്പ്പെട്ടവരിൽപ്പെട്ട മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു ഞാൻ. സഹോദരങ്ങളെ, ഇതൊരു വലിയ ബോധമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബമാണ് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ വ്യാകുലത. അത് പറയാനാണ് ഞാൻ ഇത്രയും വലിയ മുഖവുര പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവഗണിക്കരുത്. നിങ്ങൾ കുടുംബത്തെ അവഗണിക്കരുത്. നിങ്ങൾ എത്ര തിരക്കുള്ള ബിസിനസ്സുകാരനായിക്കോട്ടെ, നിങ്ങൾ എത്ര വലിയ ഉദ്യോഗസ്ഥനാവട്ടെ, ഈ നാട് മുഴുവൻ ഭരിക്കുന്നത് നിങ്ങളാവട്ടെ, ഈ നാട്ടിലെ ഏറ്റവും പ്രമാണി നിങ്ങളാവട്ടെ, സഹോദരങ്ങളെ മറന്നു പോകരുത്, നിങ്ങൾക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പരിപാടിക്ക് പോന്നപ്പോൾ ഭാര്യനെ കൂട്ടിയോ സഹോദരങ്ങളെ? നിങ്ങൾ മക്കളെ കൂട്ടിയോ? നാം മറന്നു പോകുന്നു തിരക്കിനിടയിൽ, ബഹളത്തിനിടയിൽ. ജുമാക്ക് പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ? നിങ്ങൾ കേൾക്കുന്ന ഖുതുബ നിങ്ങളുടെ കുടുംബം കേൾക്കണം. ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബം നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ജീവിതമില്ല. കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. സഹോദരങ്ങളെ, പണം കൊണ്ട് എന്താ പ്രയോജനം? പണം കൊണ്ട് പ്രയോജനമുണ്ടോ? ശരിക്കൊരു ദീനോ ആദർശമോ ഇല്ലാതെ നിങ്ങൾക്ക് പണമുണ്ടായാൽ ആ പണം നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പുണ്ട് ഈ നമ്മുടെ ഈ വിദ്യാർത്ഥികളെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും, സ്വാശ്രയ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളും MBBSകളും മെഡിസിൻ പഠിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ. അവിടെയൊക്കെ എന്താ നിങ്ങൾ ഒരു ദീനുമില്ലാത്ത രക്ഷിതാക്കന്മാരുടെ മുസ്ലിം കുടുംബങ്ങളിൽപ്പെട്ട മക്കള് 40 ലക്ഷം 50 ലക്ഷം ഡൊണേഷൻ കൊടുത്ത് വന്ന് കിടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ഇന്നും അറിയുന്നു ഈ 40 ലക്ഷത്തിൻ്റെ 50 ലക്ഷത്തിൻ്റെ പ്രയോജനം എന്താണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കുട്ടി വേണ്ടത് 30 പേപ്പർ
ബിടെക്കിന് അവന് നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ 30 പേപ്പർ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. വാപ്പ വിചാരിച്ചു പൈസ കൊടുത്താൽ എഞ്ചിനീയർ ആക്കാൻ, വാപ്പ വിചാരിച്ചു പൈസ കൊടുത്താൽ ഡോക്ടറാകും. സഹോദരങ്ങളെ, പണത്തിനേക്കാളും പണം കൊടുക്കാൻ ഒരു പ്രശ്നമല്ല. എന്തറിയോ, നമ്മൾ പൈസ ബാങ്കിലിട്ടിട്ട് ഒരു ATM കാർഡ് മകൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഓൻ ബാംഗ്ലൂരാണെങ്കിലും മൈസൂരാണെങ്കിലും ചൈനയിലാണെങ്കിലും ഓന് പിൻവലിക്ക പൈസ. പക്ഷേ സഹോദരങ്ങളെ, നിങ്ങൾക്കുള്ളൊരു മനസ്സില്ലേ, തൗഹീദിന്റെ മനസ്സ്, അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുന്ന ഒരു മനസ്സ്. നാളെ പ്രപഞ്ചനാഥന്റെ സിംഹാസനം മലക്കുകൾ കൊണ്ടുവന്ന് ഈ പ്രപഞ്ചം തകർന്ന് തരിപ്പണമായി, ഈ ഭൂമി മറ്റൊരു ഭൂമിയായി, ഈ ആകാശം മറ്റൊരാകാശമായി വിചാരണ കോടതിയിൽ വരുമ്പോൾ കണക്ക് കൊടുക്കണമെന്നൊരു ബോധമില്ലേ മനസ്സിൽ? നിങ്ങളുടെ മനസ്സിന്റെ ആ ബോധം നിങ്ങളുടെ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് നിങ്ങൾ എങ്ങനെ കൈമാറും? അതാ പ്രശ്നം. അത് നടക്കും സഹോദരങ്ങളെ. അതൊരു ATM കാർഡുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. അത് പകർന്നു കൊടുക്കലാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. സഹോദരങ്ങളെ, അത് ഹൃദയത്തിൽ കിട്ടിയാൽ പണമില്ലെങ്കിലും ജീവിത സൗകര്യങ്ങൾ ഒന്നില്ലെങ്കിലും വാഹനമില്ലെങ്കിലും കമ്പ്യൂട്ടറില്ലെങ്കിലും മോട്ടോർ ബൈക്ക് ഇല്ലെങ്കിലും നമ്മുടെ കുട്ടികൾ എത്തേണ്ട സ്ഥലത്ത് എത്തും. ഈ ബോധത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾക്ക് മക്കളുണ്ട് എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ആദർശത്തിൽ നിങ്ങളുടെ മക്കളാവണം. ഇല്ലെങ്കിൽ പറയാൻ പറ്റൂല. ഇത് എൻ്റെ ഒരു വാക്കല്ല. യഥാർത്ഥത്തിൽ ഇന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി, സംഘടനാ പ്രശ്നം വന്നപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ വന്നത്? നിങ്ങൾ അമ്മോഷൻ അപ്പുറത്ത്, മരുമകൻ ഇപ്പുറത്ത്, മകൻ ഇപ്പുറത്ത്, വാപ്പ അപ്പുറത്ത്. സഹോദരങ്ങളെ, സഹിക്കാൻ പറ്റും? നമുക്ക് സഹിക്കാൻ പറ്റും? നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ കണ്ണു നനഞ്ഞ പടച്ചോനെ, ഈ ഒരു ദുരന്തം ഈ സംഘടനയ്ക്ക് വരുത്തിയത് ആരാവട്ടെ, ആരാന്നിപ്പം നിനക്കറിയില്ലേ, അവരെ നീ ഇതിന്ന് മാറ്റി നിർത്തുകയും ഞങ്ങളെ മനസ്സ് ഒന്നാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, അത്ര വികാരത്തോടെ വേറൊരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം ആദർശത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ മക്കൾ വന്നില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ വിഷമിക്കാൻ. ആ വിഷമം എവിടെ കാണുക വെച്ചാൽ, ഞങ്ങൾ ചില കല്യാണത്തിന് പോകും. ആ കല്യാണത്തിന് പോകുമ്പോൾ എന്താ വെച്ചാൽ അയാൾ നമ്മളെ സജീവ പ്രവർത്തകനേക്കാനും. അപ്പോൾ പുതിയണ്ണിനെ കാണുമ്പോൾ നമ്മളെ മനസ്സ് വേദനിക്കും. ആ പുതിയണ്ണ ആ വേഷത്തിൽ ആളെ മകൾ നിൽക്കുന്നത് അയാൾക്ക് തന്നെ അതിഥികളെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ദീനുള്ള ആൾക്കാർ വരുമ്പോൾ ഒരു ചമ്മൽ. കാരണം തല മറക്കാതെ മാറുമറക്കാതെ ഒരു സിനിമാ നടിയെപ്പോലെ ആ സ്റ്റേജിലിരിക്കുന്ന മകളെ എങ്ങനെ കാണിച്ചു കൊടുക്കും തൻ്റെ ആത്മബന്ധമുള്ള ആളുകൾക്ക്, തൻ്റെ ആദർശ ബന്ധുക്കൾക്ക്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദീനിലേക്ക് നമ്മുടെ കുട്ടികളും ആളുകളും തിരിച്ചു വന്നില്ലെങ്കിൽ സമാധാനത്തോടെ നമുക്ക് മരിക്കാൻ പറ്റില്ല. എത്രമാത്രം വരെ സഹോദരങ്ങളെ, 45 വർഷം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരാളായി ജീവിച്ച ഒരാൾ ഞങ്ങളുടെ പരിസര പ്രദേശത്ത് മരണപ്പെട്ടത് ഇന്നും എൻ്റെ മനസ്സിൽ വേദനയായി കിടക്കുന്നു. അയാൾ മരിച്ചത് ഞങ്ങളൊന്നും അറിഞ്ഞു തന്നെയല്ല, ആരും അറിയിച്ചില്ല. ആ മരണത്തിൽ പങ്കെടുത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു തരും, ഇത്രയും കാലം മുജാഹിദായി ജീവിച്ചിട്ട് ഒരു മകൻ പോലും അയാളപ്പല്ല. മകൻ പോകട്ടെ, അയാളെ പരിസരത്ത് അയൽപക്കത്തുനിന്ന് പോലും ഒരാൾ മുജാഹിദായിട്ടില്ല. സഹോദരങ്ങളെ, അയാൾ മരിച്ചു എന്ന് മാത്രമല്ല, പള്ളിക്കക്കാരൻ വന്ന് കയ്യേറിയിട്ടും എല്ലാ അന്ധവിശ്വാസങ്ങളോടും കൂടെ അയാളെ ജനാസ മറവ് ചെയ്തു. വിവരമറിയിക്കാൻ ഒരാളുണ്ടായില്ല. അറിയണം നിങ്ങൾ, അയാൾ മരിച്ചിട്ട് തൗഹീദുള്ള ഒരാളെ നമസ്കരിക്കാൻ വരുത്താൻ മെസ്സേജ് അയക്കാൻ ഒരാൾ നാട്ടിൽ സൃഷ്ടിച്ചില്ല. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു മുജാഹിദാണോ നിങ്ങൾ? നിങ്ങളുടെ വീട്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു അടയാളവുമില്ല, അലമാരയിൽ ഒരു CD ഇല്ല, ഒരു പുസ്തകമില്ല, ഒരു പരിഭാഷയില്ല. ഇന്ന് വരെ വസ്ത്രം മാറ്റി നിങ്ങളുടെ മക്കളോ ഭാര്യയോ നിങ്ങളുടെ പോലെ ഒരു ക്യാമ്പിന് വന്നിട്ടില്ല. സഹോദരങ്ങളെ, ആ അവസ്ഥ കുടുംബത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നമ്മളത് പുനഃപരിശോധന നടത്തണം. ആ ഒരു മാറ്റത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറും. ഈ ദീനിൻ്റെ ചർച്ചയിലും ആദർശത്തിലും നമ്മുടെ മക്കളൊപ്പം വന്നാൽ സഹോദരങ്ങളെ, വീട്ടിൻ്റെ മൊത്തം പ്രശ്നം പരിഹരിക്കും. ഓരോ വാക്ക് പറയാനേ എനിക്ക് നേരുള്ളൂ. ഒന്ന്, നമ്മുടെ മാതാപിതാക്കളാണ്. ഞാൻ പറഞ്ഞ ദീനിൻ്റെ കാര്യങ്ങൾ അവർ പഠിക്കാനും കേൾക്കാനും തയ്യാറായാൽ സഹോദരങ്ങളെ, അവർ ജീവിതത്തിൽ ഒരു ഭാരമാവൂല. നമുക്ക് വീട്ടിൽ ഒരിക്കലും ഒരു ഭാരമാവൂല. അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ദീനിൻ്റെ നല്ല ആശയങ്ങൾ മനസ്സിൽ എത്തുമ്പോൾ സ്വഭാവങ്ങൾ മാറും. ഇപ്പോൾ ചെറുപ്പക്കാരോട് ചോദിച്ചു നോക്കും നിങ്ങൾ, ഭാര്യ തൻ്റെ ഉമ്മനെക്കുറിച്ച് പറയുന്ന, അമ്മായിമ്മയെക്കുറിച്ച് പറയുന്ന പരാതികൾ നാട്ടിൽ വലിയ പരാതികളാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ, വീട്ടിലൊരു രക്ഷയിലാണ്, ഉമ്മാനെ ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല, എന്താ കാട്ടുകയെന്നാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു കൊടുത്തു, ഒരു 5 മിനിറ്റ് നേരത്തെ വാക്കുകൊണ്ട് ഒരു പ്രശ്നം പരിഹരിച്ചു. നിങ്ങൾ ചോദിക്കും എന്നോട് എങ്ങനെയാണ്? ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെന്ത്? ഉമ്മ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യനോട് മര്യാദക്ക് പെരുമാറുന്നില്ലെങ്കിൽ എന്തായിരിക്കും? 150 രൂപ കൂലിക്ക് വിളിച്ച വേലക്കാരിയോട് പെരുമാറുന്ന സാമാന്യമായ മര്യാദ പോലും നമ്മൾ കല്യാണം കഴിച്ച ഭാര്യയോട് കാണിക്കുന്നില്ല എന്ന് വന്നാൽ എങ്ങനെ നമ്മൾ ജീവിച്ചു പോവുക? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു,
ഉമ്മ നിങ്ങളോടുള്ള ദേഷ്യത്തിലല്ല പെരുമാറുന്നത്. ഉമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവും. അപ്പം ഉമ്മ എന്ത് ചെയ്യും? അത് പ്രകടിപ്പിക്കുക ആരോടാണ്? പ്രതികരിക്കാൻ പറ്റാത്തവരോടാ പ്രകടിപ്പിക്കുക. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രതികരിക്കാൻ പറ്റാത്തവരോട് പ്രകടിപ്പിക്കും. അവരെ ചീത്ത പറഞ്ഞും അവരെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചും ചെറിയ സന്തോഷം കാണാൻ ശ്രമിക്കും. എല്ലാവരും എങ്ങനെയാണ്? അധ്യാപകന്മാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, എങ്ങനെയും ആക്രമിച്ചിട്ടും അടിച്ചിട്ടും ഒരു നിസ്സാര കാരണത്തിന് ദേഷ്യപ്പെട്ട് അപ്പം തന്നെ കുട്ടികൾ പറയും വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല, നമ്മളെ നേരക്ക് മുതലാക്കാണ് എന്ന് പറയും. നോക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഗൾഫിൽ ഭർത്താവുള്ള ഒരു സഹോദരി തൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന, തൻ്റെ മക്കൾക്ക് വേണ്ടി കരയുന്ന, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൊരു ചെറിയ പ്രശ്നം വന്ന് ഒന്ന് കുട്ടി കുറച്ചാൽ കണ്ണു തുറിപ്പിച്ച് അന്തം വിട്ട് എഴുന്നേറ്റ് ഓടി വരുന്ന ഉമ്മ ആ കുട്ടിനെ കുളിപ്പിക്കാൻ കല്ലിൽ നിർത്തിയിട്ട് നല്ല 5 വിരലും ചുവന്ന് പതിക്കത്തക്ക വിധത്തിൽ അടിച്ചത് എന്തിന്? അതിന് എൻ്റെ അടുത്തുള്ള ഉത്തരം എന്താ വെച്ചാൽ, ഭർത്താവ് ഗൾഫിലാണ്, വീട്ടിൽ ഭയങ്കര പ്രയാസമാണ്, അത് അടിമൻ തീരും, അത്രേ ഉള്ളൂ മനസ്സ്. വേറെ ആ പിഞ്ചോമന പൈതലെ ദേഹത്ത് കൈവെക്കാൻ വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എൻ്റെ ഉമ്മയ്ക്ക് എന്തോ പ്രയാസങ്ങളുണ്ട്, ആ പ്രയാസങ്ങൾ തീർക്കാൻ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഏറ്റവും അധികം ആരോടാണോ ദേഷ്യപ്പെടുന്നത് അവരോടാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയാൽ മതി. അതുകൊണ്ട് എന്തുള്ളൂ, ഉമ്മ എന്ത് ചെയ്താലും, ഞാൻ ഉദാഹരണം പറഞ്ഞു, അങ്ങനെ ഉദാഹരണം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഞങ്ങൾ വെറുതെ അങ്ങാടി കൂടി പോണ സമയത്ത് ഒരാളതാ റോഡിൻ്റെ ഓരത്ത് നിന്ന് നമ്മളെ ചീത്ത പറയുന്നു, നീ തന്നെയാണടാ അത്, നീ തന്നെയാണ് ചെയ്തത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സുഖമില്ലാത്ത ആൾ, ഒരു മാനസിക രോഗി. ഇപ്പം നമ്മളെന്താ വിചാരിക്കുക? എന്നെ പറഞ്ഞു പറഞ്ഞ് പ്രതികരിക്കാൻ പോകുമ്പോൾ അയാൾ സുഖമില്ലാത്തതെന്ന് വിചാരിക്കും. മാനസിക പിരിമുറുക്കങ്ങളെ കൊണ്ട് ഉമ്മ പ്രതികരിക്കുമ്പോൾ, വാപ്പ പ്രതികരിക്കുമ്പോൾ അത് മനസ്സിൻ്റെ ഒരു അസുഖം മാത്രം. നാം എന്തേ ഉള്ളൂ, അങ്ങനെ കാണാൻ പറ്റിയാൽ ഒരു ഉമ്മനോടും വെറുപ്പ് തോന്നൂല. ആ വാക്കുകൾ അത്ര ഗൗരവത്തിൽ എടുക്കണ്ട. അത്ര നീ ഇവിടുന്ന് തിന്നാനായിട്ട് ജീവിക്കാണോ? എന്ത് ജോലിയാണ് അവിടെ ചെയ്തത്? ഇത്ര കാലം നിന്നെ കൊണ്ടുവന്നിട്ട് എന്തു കാര്യം എന്ന് നമ്മുടെ ഭാര്യയോട് 10 കൊല്ലമായി വീട്ടിലെ എല്ലാ വേലയും പേറുന്ന ഭാര്യയോട് പറയുമ്പോൾ, സഹോദരങ്ങളെ, അത് മനസ്സിൻ്റെ ചില വികാര പ്രകടനങ്ങൾ മാത്രം എന്ന് മനസ്സിലാക്കാൻ പറ്റിയ പ്രശ്നമല്ല. ആ സുഹൃത്തുടൻ എന്നോട് പറഞ്ഞു, അമ്മ ഭയങ്കര പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിലാണ്. അതവൻ തിരിച്ചറിയുന്നു, ആ വാക്കുകളെ അങ്ങനെ കാണുന്നു, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നു. സഹോദരങ്ങളെ, ഉമ്മനോട് തിരിച്ചു പറയാൻ പറ്റൂ? വീട്ടിൽ നിന്ന് ഭാര്യനെ കൂട്ടി വേറെ പോകാൻ പറ്റൂ? ഈ വാക്കുകളെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുക മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ നല്ല ഉത്ബോധനങ്ങൾക്ക് ഉമ്മ വന്നാൽ, വാപ്പ വന്നാൽ, സഹോദരങ്ങൾ അവർ മനസ്സമാധാനത്തോടെ ജീവിക്കും. വിശ്വാസത്തിൻ്റെ ശരിക്കുള്ള പാഠങ്ങൾ ഹൃദയത്തിൽ വന്നാൽ നിർഭയത്വത്തോടെ ജീവിക്കും. അതുകൊണ്ട് വയസ്സായ ഉമ്മയെയും വാപ്പയെയും ദീനിൻ്റെ രംഗത്തേക്ക് പിടിച്ചു കൊണ്ടുവരികയും നല്ല ഉപദേശങ്ങൾക്ക് അവസരം കിട്ടുകയും ചെയ്ത് നമ്മുടെ ആദർശത്തോടൊപ്പം മുന്നോട്ട് പോകട്ടെ. എങ്കിൽ പറ്റും. നമ്മുടെ ഭാര്യ അനുസരിക്കുന്നില്ല, ഭർത്താവ് നോക്കുന്നില്ല, ഒക്കത്തിന് പരിഹാരം ദീൻ തന്നെയാണ് സഹോദരങ്ങളെ. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ കുറിച്ച് വല്ലാതെ പരാതി പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കരാറ് നിങ്ങൾ എനിക്ക് തരും, ഒരു ഉറപ്പ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനോട് ചോദിക്കാം, ഒരു ഉറപ്പ്. എന്താണ് ആ ഉറപ്പ്? ആ ഉറപ്പെന്താ? ദീനിന് വിരുദ്ധമല്ലാത്ത എന്ത് കാര്യം ഞാൻ പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്ന് നീ പറയൂ. ഭാര്യനോട് ഒരാൾ ചോദിക്കാണ്, അള്ളാഹു റസൂലിനും എതിരല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞാൽ അനുസരിക്കും എന്ന് നീ എനിക്ക് ഉറപ്പ് തന്നാൽ മതി. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ഭാര്യ ആ ഉറപ്പ് തരും, പാലിക്കും ചെയ്താൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ അവൾക്ക് തിരിച്ചു പറയാൻ പറ്റും നമ്മളോട്, ഞാൻ അനുസരിക്കൂലെന്ന്. അനുസരിക്കണമെന്നത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. നിസ്കരിക്കുക, നോമ്പൊലിക്കുക എന്ന് പറയും പോലെ തന്നെയാണ് അത്താഅത്ത് വഅലാത്ത്. ഞാൻ പറഞ്ഞത്, ആ ബോധം നമ്മുടെ ഭാര്യയ്ക്ക് വന്നാൽ മാറ്റം ഉണ്ടാവും. സഹോദരങ്ങളെ, നമുക്കും വേണ്ട ഒരു ബോധം. എന്താണ് ആ ബോധം? നിങ്ങളുടെ ഭാര്യ ഇന്നൊരല്പം മനപ്രയാസത്തോടെ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും ദേഷ്യം കൊണ്ടും സഹോദരങ്ങളെ നിങ്ങളെ സഹിച്ച് വീട്ടിൽ കഴിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരലോകത്ത് മറുപടി പറയേണ്ടി വരും, ഉറപ്പാണ്. എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ എന്നെ സഹിച്ച് എടങ്ങേറായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? നിങ്ങൾക്ക് അന്യ സ്ത്രീയായി ജീവിച്ചിരുന്ന അവളെ നിങ്ങളുടെ കിടപ്പറയിൽ യഥേഷ്ടം ഉപയോഗിക്കാനും നിങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങൾ ചെയ്യാനും അവളെ നിങ്ങളെ വീട്ടിലെത്തിച്ചത് നിങ്ങൾ അവളെ അതുവരെ നോക്കി വളർത്തി പ്രസവിച്ച് വളർത്തിയ അവളുടെ വാപ്പയോട് ചെയ്തൊരു കരാറാണ്. എന്താ സഹോദരങ്ങളെ ആ കരാറ്? ഇതുവരെ നിങ്ങൾ നോക്കിയതുപോലെ ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം. സഹോദരങ്ങളെ, ആ സന്തോഷം അവിടെ ആ കല്യാണത്തിന് ദിവസം തീർന്നോ? ആ പെൺകുട്ടിക്ക് 19 വയസ്സായി നിങ്ങളുടെ കൈപിടിച്ച് വീട്ടിലേക്ക് ബിസ്മി ചൊല്ലി കയറിയതോടുകൂടെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ സുഖങ്ങൾ അവസാനിച്ചുവെങ്കിൽ ആ കല്യാണ തീയതി മുതൽ നിങ്ങൾ വേർപെട്ടു പോകുന്ന നാൾ വരെ അവൾ അനുഭവിച്ച പീഡനങ്ങൾക്കും മനോവേദനകൾക്കും പടച്ചവനോട് മറുപടി പറയേണ്ടി വരില്ലെന്ന് ഏതെങ്കിലും ഭർത്താവ് വിചാരിക്കുന്നു? സഹോദരങ്ങളെ, വസ്തഹലൽതും ഫുറൂജഹുന്ന ബിഅമാനില്ലാ, അവരെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് പടച്ചവനോട് ചെയ്തൊരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കരാറ് പാലിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ പരലോകത്ത് ചോദിക്കും. ഈ ബോധം ഒരു പുരുഷനുണ്ടായാൽ പരിഹരിക്കുന്നതാണ്.
അതേപോലെ സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് വേണ്ടതും ഇതന്നെയാണ്. എന്താ മക്കൾക്ക്? ഞാൻ പറഞ്ഞു, നാളെ പരലോകത്ത് ഇങ്ങനെ അർശിൻ്റെ തണൽ വീതിച്ച് പടച്ചം കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ ആ തണൽ കിട്ടാത്തവർ നിന്ന് ആലോചിക്കൂലേ, എനിക്കെന്തേ ഈ തണൽ കിട്ടാത്തതെന്ന്? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അതിലൊരു തണലിട്ടുന്ന ആരാര് സഹോദരങ്ങളെ? ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാന്ന്. യുവത്വ സമയത്ത് അള്ളാഹുവിനെ ആരാധിച്ച് കഴിച്ചു കൂട്ടിയ ഒരാൾ. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ആ യുവത്വം പിന്നിട്ട് ഷെയ്ഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ പറഞ്ഞത് 15 മുതൽ 35 വരെ യുവത്വത്തിൻ്റെ കാലഘട്ടം എന്നാണ്. ഏതായാലും ഒരു 40-45 വയസ്സായ ഒരാൾ ഇന്ന് ആലോചിക്കുകയാണ്, ഇന്നെൻ്റെ വാപ്പ കുറച്ച് ചെറുപ്പത്തിൽ ഈ ദീനുമായി ബന്ധപ്പെടുത്തിയിരുന്നുവെങ്കിൽ എനിക്കും ആ തണൽ കിട്ടുമായിരുന്നു. ഇനി ആ തണൽ കിട്ടും സഹോദരങ്ങളെ? ആ കാരണം കൊണ്ട് കിട്ടൂല, വേറെ കാരണം കൊണ്ടൊക്കെ കിട്ടാം. ഞാൻ പറഞ്ഞ നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ പശ്ചാത്തലത്തിൽ വളരാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്താൽ പറ്റും സഹോദരങ്ങളെ. അതും ഒരു ആദർശപരമായ ബോധവൽക്കരണത്തിലൂടെ പറ്റുള്ളൂ. ഇപ്പോൾ പ്രോഫ്കോൺ കഴിഞ്ഞു, ഞങ്ങൾ 3 ദിവസത്തോടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ആ പ്രോഫ്കോൺ കഴിഞ്ഞിട്ടുള്ള തുരുതുരാ ഫോൺ വിളികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു പെൺകുട്ടി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ തീരുമാനിച്ചു, അവിടെ പെൺകുട്ടികൾക്ക് പ്രത്യേകമായി ഗേൾസ് ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു, അവരുടെ സംശയ നിവാരണമൊക്കെ. ആ കുട്ടി തീരുമാനിച്ചെന്തരെ, പ്രോഫ്കോൺ പോയിട്ട് 4 വർഷമായി ക്യാമ്പസിലെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാണ്. വാപ്പയും ഉമ്മയും എതിർത്താലും ഒന്നിച്ചിറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അവൾ പ്രോഫ്കോൺ കഴിഞ്ഞിട്ട് അവനോട് പ്രഖ്യാപിച്ചു, ഈ ബന്ധത്തിൽ ഇനി ഒരിക്കലും എന്നെ ഫോൺ ചെയ്യാൻ പറ്റൂല, നിങ്ങളുമായി എനിക്കൊരു ബന്ധമല്ല, ഒരിക്കലും എന്നെ ഫോണിൽ വിളിക്കരുത്. ആ ബന്ധം അവളാണ് വിച്ഛേദിച്ചു. ഒരു പെൺകുട്ടിക്ക് പറ്റുമോ സഹോദരങ്ങളെ? കോടതി കയറിയിട്ട് പറ്റണില്ല, വാപ്പയും പിന്നാലെ നടന്ന് കരഞ്ഞിട്ട് പറ്റണില്ല, വാപ്പനിമ്മിനി കണ്ണീരിലാഴ്ത്തിയിട്ട് എത്ര പെൺകുട്ടികൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ പ്രോഫ്കോണിൻ്റെ 3 ദിവസം കൊണ്ട് അവർക്ക് പറ്റി. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, എന്താണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞാൽ തരാം, പ്രോഫ്കോണിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്ത്, അതായത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വഴിയിലൂടെ ഒരു കുടുംബജീവിതം ആരംഭിച്ചാൽ അള്ളാഹു അതിന് ബർക്കത്ത് തരുമെന്ന് പറയാൻ പറ്റൂലല്ലോ. ക്യാമ്പസിൽ നിന്ന് ഇങ്ങനെ അന്യാണും അന്യ പെണ്ണും പരസ്പരം കണ്ടും ഒറ്റയ്ക്കിരുന്നും സംസാരിച്ചും തെറ്റായൊരു ബന്ധം സ്ഥാപിച്ചു കൊണ്ടുവന്നിട്ട് അതൊരു കല്യാണമായി തീർന്നാൽ ജീവിതകാലം മുഴുവൻ പടച്ചോനൊരു ബർക്കത്ത് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ? അനേകം കാരണങ്ങൾ പറഞ്ഞു കൊടുത്തിൽ പറഞ്ഞൊരു കാരണം, അള്ളാൻ്റെ ബർക്കത്തില്ലെങ്കിൽ ജീവിതം എന്താവും? അതുകൊണ്ട് എനിക്ക് എന്നെ അറിയാത്ത, എന്നെ കാണാത്ത 100% ദീനിയായി വരുന്നൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്ന്. സഹോദരങ്ങളെ, 4 കൊല്ലത്തെ ബന്ധം ആ കുട്ടി, അതൊരു കുട്ടിയല്ല, എത്രയോ കുട്ടികൾ ആ ബന്ധം വിച്ഛേദിച്ചു. ഞാൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പറ്റുമോ? പോറ്റി വളർത്തിക്കൊണ്ടുവന്ന സ്വന്തം മാതാപിതാക്കൾ കണ്ണീരോടുകൂടെ മോളെ നീ പോകരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വാപ്പനിമ്മനെ അറിയിക്കാതെ കല്യാണം നടത്തിയ എത്ര മക്കളുണ്ട് സഹോദരങ്ങളെ? ഇസ്ലാമികമായ ബോധത്തിന് അത് പറ്റും, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങൾക്ക് അത് പറ്റും. അതുകൊണ്ട് നാം നമ്മുടെ കുട്ടികൾക്ക് അവസരം ഒരുക്കണം. ഇന്ന് ഒരു പ്രത്യേകത അതിനുണ്ട്, നമ്മുടെ സിയാറികൾ എല്ലാ ഞായറാഴ്ച 1 മണിക്കൂറാണ് ആ ക്ലാസ്. നിങ്ങളെ +2 പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ അവിടെ എത്തിക്കണം സഹോദരങ്ങളെ. അതിനൊരു ടാക്സി വിളിച്ച് ഏൽപ്പിച്ചാലും അത് പ്രശ്നമാവില്ല. ഇപ്പോൾ ഞങ്ങൾ ടൗണിലൊക്കെ നടക്കുന്നുണ്ട് 10-60 കുട്ടികൾ. ഇന്നിപ്പോൾ ഇവിടെ പരിപാടി ആയതുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. എല്ലാ ഞായറാഴ്ച 1 മണിക്കൂർ വല്ലാത്തൊരു സംഭവമാണ്. 10-60 കുട്ടികൾ വന്നിരിക്കുന്നു. ആ സിലബസ് നേരിട്ട് നമുക്ക് മെയിലിൽ വരുന്നു. ആ പേപ്പർ എടുത്തിട്ട് എല്ലാ കുട്ടികൾക്കും അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കുന്നു. അവർ വീട്ടിൽ കൊണ്ടുപോയി ഇത് ഫയൽ ചെയ്യുന്നു. സഹോദരങ്ങളെ, അത് നമ്മൾ ബന്ധപ്പെടുത്തണം. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ആളുകൾ ഇരിക്കുന്നുണ്ട്, അവർക്ക് പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഈ പ്രോഫ്കോണിൽ ആ കുട്ടിയെ എത്തിച്ചിട്ടില്ലെങ്കിൽ അയാളെ ദുഃഖം എത്ര ഉണ്ടാവും ഇപ്പോൾ അല്ലേ? ആ പ്രോഫ്കോണിൽ ആ കുട്ടിനെ പറഞ്ഞയക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര വിഷമം മനസ്സിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കും എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾക്ക് ദീനിയായി പഠിക്കാനുള്ള നല്ല അവസരങ്ങൾ, നമ്മുടെ ഭാര്യമാർക്ക് അത് പഠിപ്പിക്കാനുള്ള നല്ല അവസരങ്ങൾ, ആ സംരംഭമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സലഫി പ്രസ്ഥാനം ഉയർത്തിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ദുഃഖമല്ല നമുക്ക് തോന്നുന്നത്, നമുക്ക് സന്തോഷം തോന്നുന്നത്. എന്താ സന്തോഷം തോന്നാൻ കാരണം എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് ഇനി വിളിക്കാൻ പറ്റില്ല എന്നുള്ള ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു എന്നാണ്. എനിക്ക് ആ കത്ത് കിട്ടിയിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല. ആളുകൾ ഫോണിൽ പറഞ്ഞു, അങ്ങനെ എൻ്റെ ആ പേരുണ്ട്, ഹുസൈൻ സലഫിൻ്റെ പേരുണ്ട്, നിങ്ങളെ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, മുമ്പത്തേനേക്കാളും പരിപാടിയാണ് ഇപ്പോൾ. ഒരു അതിശയോക്തി പറയല്ലോ, പരിപാടിക്കുള്ള ഏറ്റവും വലിയ ക്ഷണങ്ങൾ ഇപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്കാർക്ക് എന്താണെന്ന് വിചാരിച്ചാൽ, ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരെങ്കിലും സഹോദരങ്ങളെ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയാണോ നമ്മൾ ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ക്യാമ്പിന് പോണത്? പാർട്ടിക്കാർ പോണമാതിരി പോണതാണ് നമ്മൾ നമ്മളെ കുട്ടികൾക്കും മക്കൾക്കും ഈ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, വല്ലാത്തൊരു സന്തോഷം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഞങ്ങൾ ക്ലാസ്സിന് പോകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഖുതുബക്ക് എഴുതിണ്ടാക്കിയ ഒരു ഡയറി ഉണ്ടാവും, ആ ഡയറിയിട്ട് പോയാൽ മതി. ഇപ്പം അങ്ങനെയല്ല.
നാളെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ വിഷയം തരും, അതൊരു പുതിയ വിഷയക്കാരം, അത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നിന്ന് പഠിക്കണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം ഇസ്ലാമിക വിഷയങ്ങൾ മുഴുവനും നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ പ്രസംഗകന്മാർ സജ്ജമായി കഴിഞ്ഞു, നമ്മുടെ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പ്രഭാഷണങ്ങൾക്ക് ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ മതിയാകാതാകി തുടങ്ങിയ സഹോദരങ്ങളെ. അതുകൊണ്ട് എനിക്ക് കൂടി പറയാനുള്ളത്, പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കണം. പണ്ടൊക്കെ നമ്മൾ കൂടുന്ന പള്ളിയത്തെ ഖുതുബയെ നമ്മൾ കേട്ടിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ പള്ളിയത്തെ ഖുതുബയും നമുക്ക് വെള്ളിയാഴ്ച കേൾക്കാം. അൽ ഇസ്ലാഹ് റേഡിയോ തുറന്നാൽ, ബൈലക്സ് തുറന്നാൽ എനിക്ക് തോന്നുന്നു 4 or 5 പള്ളിയിൽ ഹുസൈൻ സലഫിൻ്റെ ഷാർജയിലെ ഖുതുബ കേൾക്കുന്നു, അതേപോലെ അബ്ദുൽ ജബ്ബാർ മദീൻ്റെ ഖുതുബ പരിഭാഷ കേൾക്കുന്നു, ഞങ്ങളുടെ ഖുതുബ പെരിന്തൽമണ്ണ പള്ളിയിലെ ഖുതുബ കേൾക്കുന്നു, അതേപോലെ സഹോദരങ്ങളെ തളിപ്പറമ്പ് പള്ളിയിലെ ഖുതുബ കേൾക്കുന്നു. ഇതൊക്കെ ജുമാ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിരുന്നാൽ നമ്മുടെ ബൈലക്സിൽ നിന്ന് കേൾക്കുകയാണ്. ഒരു പുതിയ സംവിധാനങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, പണ്ട് ഒരു ഖുതുബ, നമ്മളെ പള്ളിക്കത്തെ ഖുതുബ അന്ന് ഖത്തീബ് ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അന്നത്തെ വെള്ളിയാഴ്ച നമുക്ക് ഉത്ബോധനമില്ല. ഭയങ്കരമായ നിലക്ക് വർദ്ധിച്ചു. ഇന്നിപ്പോൾ ഇവിടെയുള്ള പ്രസംഗം ഇനി കേൾക്കുന്നത് CD റെക്കോർഡായി കഴിഞ്ഞു, 2 ദിവസം കൊണ്ട് അത് ഇറങ്ങും. CP സലീമിൻ്റെ പ്രസംഗം ഒന്നും കൂടി കേൾക്കണം, അത് ഒരാൾക്ക് കൊണ്ടെത്തിക്കണം നിങ്ങൾ തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ കയ്യിലെത്താവുന്ന അവസരം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കിനി തീരുമാനിക്കാം. ഈ ജില്ലാ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് എല്ലാവരും തീരുമാനിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ, ഇതുവരെ നമ്മളെ കൂട്ടത്തിലൊക്കെ 100 ആളുള്ളടത്ത് 3 or 4 ആൾക്കാരെ പ്രവർത്തകന്മാരുണ്ടായിരുന്നു. ഇനി നമ്മളൊക്കെ പ്രവർത്തകന്മാരാണ്, ഞങ്ങളൊക്കെ മുജാഹിദുകളാണ്, ഞങ്ങൾ ഇതിൻ്റെ മെമ്പർമാരാണ്, ഞങ്ങൾ എല്ലാവരും ജില്ലയുടെ ഭാരവാഹികളാണ്. ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഇനി ഈ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കും. ഇനി വിശ്രമമില്ലാത്ത വൈജ്ഞാനിക സദസ്സുകൾ നമ്മുടെ നാട്ടിൽ നടക്കും. അവിടെ ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം വരും, മക്കളോടൊപ്പം വരും, കുടുംബങ്ങളോടൊപ്പം വരും എന്ന് സഹോദരങ്ങളെ നമ്മൾ തീരുമാനിച്ചാൽ ഇനി അടുത്ത 10 വർഷം കേരളം മുഴുവനും ഈ സലഫിയത്തിലേക്ക് യഥാർത്ഥത്തിൽ തിരിച്ചു വരുന്ന ഒരു മഹത്തായ യുഗമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഏറ്റെടുത്ത് ഈ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, വിശ്രമത്തിൻ്റെ സമയവും ഭക്ഷണത്തിൻ്റെ സമയവുമായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും മഹത്വത്തിനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥനയാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ, ഒരു കൺകുളിർമ എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ ഇണകളിൽ നിന്ന് നൽകണേ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ഈ തൗഹീദിൽ എന്താശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാലും ആ തൗഹീദ് കൂടുതൽ ഉറപ്പോടെ പഠിക്കാനുള്ള ഒരു സുവർണാവസരമായി നമ്മൾ ഇവിടെ ഇത് ഉപയോഗപ്പെടുത്തണം. ഈ ചർച്ചകൾ നമ്മുടെ ദീനീ കാര്യങ്ങൾ ശരിക്കും പഠിക്കാനുള്ളൊരു അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തി തൗഹീദ് ഏറ്റവും ശക്തമായി മനസ്സിലാക്കുവാനുള്ള ഒരു സമയവും സന്ദർഭവുമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സഹോദരൻ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും. ഇസ്ലാമിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ വലിയ ദുഃഖവും വലിയ നഷ്ടവും നമുക്ക് വരാൻ പോകുന്നുണ്ട്. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നാളെ പരലോകത്ത് സ്വർഗത്തിൽ തിരിച്ചു കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ഇന്നത്തെ ഈ പഠന ക്യാമ്പ് നമ്മുടെ കുടുംബങ്ങളിലേക്കും പ്രദേശത്തിലേക്കും വൈജ്ഞാനികമായ മുന്നേറ്റങ്ങൾ നടത്താനുള്ള ഒരു ശക്തമായ പ്രചോദനയും പ്രേരണയുമായി തീരുവാനും മുജാഹിദ് പ്രസ്ഥാനം നോർത്ത് ജില്ലയിൽ ഈ സലഫി പ്രബോധനം സ്വഹാബത്തിലേക്ക് തിരിച്ചു പോകുന്ന ഈ യഥാർത്ഥ ഇസ്ലാമിലേക്കുള്ള തിരിച്ചുവരവ് സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുഴപ്പ് പ്രദാനം ചെയ്യണം. രക്ഷിതാവേ, തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ, പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ പ്രബോധന രംഗത്തുണ്ടാകുന്ന ഏത് തടസ്സങ്ങളെയും മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് നീ. എല്ലാം മാറ്റിത്തന്ന് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാനുള്ള നിമിത്തങ്ങളാക്കി ഈ കാരണങ്ങൾ നീ മാറ്റിയിടമേ നാഥ. സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യം മാത്രം ജനങ്ങളോട് പറയുവാനും എല്ലാ തെറ്റിദ്ധാരണകളെയും ദൂരീകരിക്കുവാനും സത്യത്തിൻ്റെ മാർഗത്തിൽ ആദർശ ധീരതയോടുകൂടെ പരീക്ഷണങ്ങളിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.